മറ്റു വാർത്തകൾ നോക്കാം. വിദൂര വിദ്യാഭ്യാസ തുല്യതാ യോഗ്യതയിൽ UGC ചട്ടം പാലിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് കാറ്റിൽ പറത്തി PSC. സുപ്രീംകോടതി ഉത്തരവ് ലംഘിച്ചതോടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. ഉത്തരവ് പൂഴ്ത്തിവെച്ച് അനധികൃത നിയമനം നടത്തുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. UGC ചട്ടങ്ങൾ നിർബന്ധമായി പാലിക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് PSC ലംഘിക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ഇത് പാലിക്കാതെ സർവകലാശാലകളുടെ സർട്ടിഫിക്കറ്റുകൾക്ക് പരിഗണന നൽകി PSC വഴിവിട്ട നിയമനം നടത്തിയെന്ന രൂക്ഷമായ ആക്ഷേപമാണ് ശക്തമാകുന്നത്. 2015 മുതൽ പല സർവകലാശാലകളിലായി നടന്ന വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് UGC അംഗീകാരം ലഭിച്ചിരുന്നില്ല. എന്നാൽ കേരളത്തിലെ സർവകലാശാലകൾ അത്തരം കോഴ്സുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് വിവാദമായതിനെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും സുപ്രീം കോടതി മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് നിയമനങ്ങൾ നടത്തുന്നു എന്നാണ് വിവരം. UGC ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് PSC ചെയർമാൻ ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയ ഉത്തരവ് പൂഴ്ത്തിവെച്ചാണ് അനർഹർക്ക് നിയമനം നൽകുന്നതെന്നാണ് ആക്ഷേപം. PSC നടത്തിയ ഗുരുതരമായ ലംഘനത്തിൽ ആഭ്യന്തര വകുപ്പും വിജിലൻസും അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ 11 മാസത്തിനിടെ നടത്തിയ നിയമനങ്ങളുടെ കണക്കെടുക്കണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ഇത് സംബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ PSC ഓഫീസുകളിലേക്ക് വിവരാവകാശ നിയമപ്രകാരം തേടിയ ചോദ്യങ്ങൾക്ക് വ്യത്യസ്ത മറുപടികളാണ് ലഭിച്ചിരിക്കുന്നത്. PSCയുടെ വഴിവിട്ട നീക്കത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചത്. ജനം, തിരുവനന്തപുരം.